നമസ്കാരം. ഫെബ്രുവരി 17 എന്ന ഒരേയൊരു ദിവസം 16 നക്ഷത്രക്കാർ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല. കാരണം ഫെബ്രുവരി 17-നാണ് ഫാൽഗുണ അമാവാസിയിൽ ഈ വർഷത്തെ ആദ്യത്തെ സൂര്യഗ്രഹണം സംഭവിക്കാൻ പോകുന്നത്. ശിവരാത്രി കഴിഞ്ഞു വരുന്ന ഗ്രഹണമായതിനാൽ വളരെയധികം പ്രാധാന്യവും ഈ ദിവസത്തിനുണ്ട് എന്നതാണ് സത്യം. ശനി ഭരിക്കുന്ന കുംഭം രാശിയിലാണ് ഇക്കുറി സൂര്യഗ്രഹണം നടക്കുന്നത്. അതിനാൽ 16 നക്ഷത്രക്കാർ വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ അന്നേ ദിവസം നേരിടാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ഫെബ്രുവരി 17 എന്ന ദിവസം നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ പുലർത്തണം. ആർക്കും ജാമ്യം നിൽക്കാൻ പാടില്ല. സാമ്പത്തിക ഇടപാടുകളിലും ശ്രദ്ധിക്കണം. അതായത് കടം കൊടുക്കാനോ കടം വാങ്ങാനോ പാടില്ല. ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധ വേണം. കുടുംബകലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സംസാരത്തിലും പ്രവൃത്തിയിലും വളരെയധികം ശ്രദ്ധിക്കണം. അന്നേ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ശിവനാമങ്ങൾ ജപിക്കുന്നതും ദോഷകാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും. ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കർക്കടകക്കൂറിലെ പുണർദം, പൂയം, ആയില്യം. ചിങ്ങക്കൂറിലെ മകം, പൂരം, ഉത്രം. കന്നിക്കൂറിലെ ഉത്രം, അത്തം, ചിത്തിര. വൃശ്ചികക്കൂറിലെ വിശാഖം, അനിഴം, തൃക്കേട്ട. കുംഭക്കൂറിലെ അവിട്ടം, ചതയം, പൂരുട്ടാതി. മീനക്കൂറിലെ പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി. ദോഷപരിഹാരത്തിനായി എല്ലാവരും ഓം നമഃശിവായ എന്ന് കമന്റ് രേഖപ്പെടുത്താൻ മറക്കരുത്. നമസ്കാരം. ഫെബ്രുവരി 17 എന്ന ഒരേയൊരു ദിവസം 16 നക്ഷത്രക്കാർ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല. കാരണം ഫെബ്രുവരി 17-നാണ് ഫാൽഗുണ അമാവാസിയിൽ ഈ വർഷത്തെ ആദ്യത്തെ സൂര്യഗ്രഹണം സംഭവിക്കാൻ പോകുന്നത്. ശിവരാത്രി കഴിഞ്ഞു വരുന്ന ഗ്രഹണമായതിനാൽ വളരെയധികം പ്രാധാന്യവും ഈ ദിവസത്തിനുണ്ട് എന്നതാണ് സത്യം. ശനി ഭരിക്കുന്ന കുംഭം രാശിയിലാണ് ഇക്കുറി സൂര്യഗ്രഹണം നടക്കുന്നത്. അതിനാൽ 16 നക്ഷത്രക്കാർ വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ അന്നേ ദിവസം നേരിടാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ഫെബ്രുവരി 17 എന്ന ദിവസം നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ പുലർത്തണം. ആർക്കും ജാമ്യം നിൽക്കാൻ പാടില്ല. സാമ്പത്തിക ഇടപാടുകളിലും ശ്രദ്ധിക്കണം. അതായത് കടം കൊടുക്കാനോ കടം വാങ്ങാനോ പാടില്ല. ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധ വേണം. കുടുംബകലഹങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സംസാരത്തിലും പ്രവൃത്തിയിലും വളരെയധികം ശ്രദ്ധിക്കണം. അന്നേ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ശിവനാമങ്ങൾ ജപിക്കുന്നതും ദോഷകാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും. ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കർക്കടകക്കൂറിലെ പുണർദം, പൂയം, ആയില്യം. ചിങ്ങക്കൂറിലെ മകം, പൂരം, ഉത്രം. കന്നിക്കൂറിലെ ഉത്രം, അത്തം, ചിത്തിര. വൃശ്ചികക്കൂറിലെ വിശാഖം, അനിഴം, തൃക്കേട്ട. കുംഭക്കൂറിലെ അവിട്ടം, ചതയം, പൂരുട്ടാതി. മീനക്കൂറിലെ പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി. ദോഷപരിഹാരത്തിനായി എല്ലാവരും ഓം നമഃശിവായ എന്ന് കമന്റ് രേഖപ്പെടുത്താൻ മറക്കരുത്.